കാണുമ്പോൾ എനിക്ക് ഭയങ്കര വെറുപ്പായിരുന്നു. നീ ഈ മനുഷ്യനൊന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ മനുഷ്യനോട് മാപ്പ് പറഞ്ഞു നിർത്തി. ഇപ്പൊ ഞങ്ങൾ സന്തോഷവും സമാധാനത്തോടെ ജീവിക്കുന്നു. അങ്ങനെ ഇടയ്ക്ക് കോളുകളൊക്കെ വരും. കടൽ പോലെ ഇടയ്ക്ക് നമുക്കൊരോ തിരമാല അടിച്ച് കയറും. അതുപോലെയാണ്. എങ്കിലും ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. എങ്കിലും അതെല്ലാം തരണം ചെയ്യാൻ എനിക്കൊരു ശക്തനായ ദൈവമുണ്ട്. ഞാൻ എവിടേക്കും നോക്കേണ്ട ആവശ്യമില്ല എന്നൊരു ചിന്താഗതി എന്റെ മനസ്സിൽ ദൈവം തന്നു. ആന വന്നാലും ലോകം മൊത്തം നമ്മൾ ഉപേക്ഷിച്ചാലും നമ്മൾ ഉപേക്ഷിക്കാത്തൊരു ദൈവമുണ്ട്. അമ്മ പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. മലകളാൽ അകന്നു പോയേക്കാം, കുന്നുകൾ നിരത്തപ്പെട്ടേക്കാം, എന്നാൽ എന്റെ അചഞ്ചലമായ സ്നേഹത്തിന് മാറ്റം ഉണ്ടാവില്ല. ആ മാറ്റമില്ലാത്ത ആ വചനം അടിയുറച്ച് വിശ്വസിച്ചപ്പോൾ എനിക്ക് എന്റെ സമാധാനവും സന്തോഷവും കിട്ടി. ഇപ്പൊ ഒത്തിരി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് എന്റെ മക്കൾ ഇപ്പൊ വലുതായി. രണ്ടുപേർക്കും അബുദാബി ഗൾഫിൽ ജോലി കിട്ടിയാവും. ഷെയ്ഖിന്റെ പാലസിൽ അവരൊന്നും നല്ല ഒന്നാം തരം ജോലി. അതെല്ലാം ഞങ്ങളുടെ കഴിവുകൊണ്ട് അവരെ കഴിവുകൊണ്ടുമല്ല. കാരണം എന്നോ മണ്ണടിഞ്ഞ് പോകേണ്ട ഒരു ജീവിതമാണ് ഞങ്ങളുടേത്. അപ്പൊ അവർ രണ്ടുപേരും പിന്നെ സുഖമായ നല്ലൊരു AC റൂമിലൊക്കെ ഒരു ജോലി കിട്ടാൻ. അപ്പൊ അതുപോലെ പഠിക്കാനുള്ള ബുദ്ധിയും കൊടുത്തു. അവർ BSc ഹോട്ടൽ മാനേജ്മെന്റൊക്കെ പഠിച്ചതിന്റെ മോനെ ഇംഗ്ലീഷിലൊക്കെ നല്ല മാർക്കോടെ പാസ്സാകാനൊക്കെ ദൈവം അനുഗ്രഹിച്ചു. ആദ്യം ചെറുപ്പത്തിൽ പഠിക്കുമ്പോൾ എൻ്റെ ഭർത്താവ് കണ്ടു ഈ മലയോച്ച് വന്ന് വായിക്കാൻ സമ്മതിക്കില്ല. അന്ന് മണ്ണെണ്ണ വിളക്ക് പഠിച്ചുകൊണ്ടിരുന്ന മക്കൾ മണ്ണെണ്ണ വിളക്കൊക്കെ എറിയുന്നു. അതുപോലത്തെ ഒരു പ്രശ്നത്തിലൂടെ കടന്നു വന്നു. ഞാൻ കണ്ണീരും കുറേ ഒഴിച്ചാൽ ദൈവത്തിന് 3 മണിക്കൊക്കെ എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. നമ്മൾ ദൈവത്തിന് സമയം കൊടുക്കുമെങ്കിൽ നമുക്ക് തമ്പുരാൻ ഒരുപാട് നമ്മൾ ആഗ്രഹിച്ചെല്ലാം സാധിച്ചു തരും. അങ്ങനെ എനിക്ക് സന്തോഷത്തോടെ കടന്നുകൊണ്ടുപോയി. മോളും മക്കളും എൻ്റെ മക്കളും എല്ലാം സന്തോഷത്തോടെ. അവരാണ് എന്നെ പൊന്നുപോലെ നോക്കുകയോ. ആ പിള്ളേരെ മക്കളാണെങ്കിലും ഇപ്പൊ എനിക്ക് ഷുഗറൊക്കെ ആയിരുന്നപ്പോൾ മക്കൾ പറയാം ഒരുപാട്